ശ്രീ ഉല്ലാസ് ബാബു ഇതിപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ഇത് കേന്ദ്ര സർക്കാരിന്റെ നേട്ടം ആണ് എന്ന് പറയുന്നു. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു കള്ളക്കണക്കാണ് സർക്കാർ പറയുന്നത് എങ്കിൽ, ഇത് കാപട്യമാണ്, ഇത് PR എക്സസൈസ് ആണ് എങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എന്തിനാണ് കേന്ദ്ര സർക്കാരിന്? അല്ല, അത് കുറച്ച് സമയം തരണം. ഈ മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജേക്കബ്, അദ്ദേഹത്തിന് BJP എന്ന് കേട്ടാൽ ചതുർത്ഥിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു BJP-കാരൻ പറയുന്നത് നാളെ ജനങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങളെ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. മാധു, ഞാൻ ചോദിച്ചോട്ടെ, ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ പോലും അതിനൊരു മാനദണ്ഡവുമുണ്ട്, കണക്കുമുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു KJ ജേക്കബേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മാനദണ്ഡം അത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന കാര്യം. ഈ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങൾ ചോദ്യം കൃത്യമാണെന്ന് നിങ്ങളുടെ സർക്കാരിനോടെ ചോദിച്ചത്. MLA ചോദിച്ച ചോദ്യം സംസ്ഥാനത്ത് അതിദാരിദ്ര്യർ എത്ര പേരുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു പേപ്പറിന് അപ്പുറത്തുള്ളവരെയാണ് കണ്ടെത്തി പിടിക്കുന്നതെന്ന്. ഈ പേപ്പറിന് അപ്പുറത്തുള്ള ആൾ 4,98,000 പേർ വേറെയുണ്ട് എന്ന് നിങ്ങളുടെ തന്നെ മറ്റൊരു കണക്കിൽ പറയുന്ന സമയത്ത് അതിൽ 1.28 അതിദാരിദ്ര്യത്തിൻ്റെ ദയനീയതയിൽ കിടക്കുന്നവരാണെന്ന് നിങ്ങളുടെ സർക്കാർ തന്നെ കണ്ടെത്തി പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ പെട്ടെന്ന് 6,400 ഈ 64,000 ഉൾക്കൊള്ളിച്ച ആ സൂത്രപ്പണി ഉണ്ടല്ലോ, ആ സൂത്രച്ചരടാണ് പറയപ്പെടുന്നത് രാഷ്ട്രീയ ചൂതാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാക്കി സാധാരണക്കാരൻ്റെ ദാരിദ്ര്യത്തെ ഉപയോഗിക്കരുതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു, സുരേഷ് ഗോപിക്ക് മാത്രമേ അത്ര സാധിക്കുള്ളൂ എന്ന്. നിങ്ങൾക്ക് ഈ BJP വിരോധവും സുരേഷ് ഗോപി വിരോധവും വെച്ചിങ്ങനെ നടന്ന് പ്രാന്താവുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം സംഭവിക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തട്ടിപ്പുകൾക്ക് മുന്നിൽ നിങ്ങളെപ്പോലെയുള്ളവർ തല കുനിച്ച് നിൽക്കുന്നുണ്ടാവും. പക്ഷെ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായ മറുപടി തന്നെ വേണമെന്നേ. 12 കോടി ടോയ്ലറ്റുകൾ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് ഉണ്ടാക്കേണ്ടി വന്നത് 15 കൊല്ലത്തോളം ഇവർ ഭരിച്ചു മുടിച്ച് ഈ സംവിധാനത്തിലെത്തിയിട്ടും ആ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാൻ മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്നും കൂടി മാധു കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയിട്ടുള്ള ഈ സംവിധാനം നിങ്ങൾ വെച്ച് കിലയിലൊരു ക്ലാസ് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാനദണ്ഡം ഉണ്ടാക്കി. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡത്തിൽ നിന്ന് ഇത്രയോളം ആളുകൾ പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ അത് കൃത്യമാണ്. നിങ്ങളുടെ രാഷ്ട്രീയ ചൂടാട്ടത്തിന് മുമ്പിൽ ആ പാവങ്ങൾക്ക് ജീവിക്കാനുള്ള അന്നവും വെള്ളവും കളയാൻ പറ്റില്ല. അത് കൃത്യമായി പറഞ്ഞു തന്നതാ. അല്ലെങ്കിൽ അത് കൃത്യമായി ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നുള്ള പ്രാപ്തി ഉണ്ടാവണം. നിങ്ങളുടെ സർക്കാരിന് അത് സാധിക്കുമോ? 225 തവണ അതേപോലെ 68 തവണ ഓടിയെടുത്ത പാർട്ടിയാണ് എങ്ങനെയാണ് അവർക്ക് ഇനി കിട്ടാൻ പോകുന്ന ഗുണഫലങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് റദ്ദാക്കുക? അവരിപ്പോൾ തന്നെ നിലവിൽ അതിന്റെ ഗുണഭോക്താക്കളല്ല എന്നുള്ളതാണല്ലോ ഒരു ബഡ്ജറ്റിൻ. ഞാൻ ചോദിക്കട്ടെ, റദ്ദാക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞോ? BJP റദ്ദാക്കുമെന്ന് പറഞ്ഞോ? മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇവരുടെ പേരിനെ കയറ്റി വെക്കുന്ന രാഷ്ട്രീയ ഗിമ്മിക്കുകൾ നിങ്ങൾ നടത്തുന്ന സമയത്ത് ഭാവിയിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന സമയത്ത് പ്രതിസന്ധിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. രാഷ്ട്രീയ ചൂതാട്ടത്തിനെ ആ പാവപ്പെട്ടവരെ ഉപയോഗിക്കരുത്. അത് കൃത്യമായ മറുപടിയല്ലേ? എന്താ അതിന് വിരോധമുള്ളത്? ഇവരുടെ രാഷ്ട്രീയ ചൂതാട്ടത്തിന് നിന്ന് കൊടുക്കാനുള്ള സാധാരണക്കാരുടെ പ്രതിസന്ധി. പിന്നെ 9.5 കൊല്ലം ഭരിച്ചിട്ട് കടലാസും പേപ്പറും ഇല്ലാത്ത ആളുകളെ 2021 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭരണ സംവിധാനം കഴിഞ്ഞിട്ട് കണ്ടെത്താൻ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എന്റെയോ മാധുവിന്റെ കുറ്റമാണോ? കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ കുറ്റമാണോ? ഭരണപക്ഷത്ത് കയറിയിട്ട് ഈ മിടുക്കന്മാർക്ക് 9.5 കൊല്ലം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന്റെ 4 ദിവസം മുൻപ് ഇത് പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ ആ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ രാഷ്ട്രീയ താല്പര്യങ്ങളും രാഷ്ട്രീയ തട്ടിപ്പും നടത്തുന്നുവെന്ന് പ്രതിപക്ഷങ്ങൾ ആരോപിക്കുമ്പോൾ അതിലെ വിഷമം പൂണ്ടിട്ട് കാര്യമില്ല, അതിൽ ദയനീയത പൂണ്ടിട്ട് കാര്യമില്ല. സൈഡ് കൂടെ സുരേഷ് ഗോപിയുടെ നെഞ്ചത്തേക്ക് ഓന്റെ കാല് പിടിച്ചെന്ന് പറഞ്ഞൊരു ഡയലോഗ് ചെയ്ത പ്രവർത്തനങ്ങളും സംസാരിച്ചിട്ട് നിങ്ങളുടെ സർക്കാരിലെ നിങ്ങളിപ്പോ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത മന്ത്രിമാരുണ്ടല്ലോ 21 നമുക്കൊന്ന് തുലനം ചെയ്യാം. ഇഷ്ടമില്ലാത്ത ആളുകളെ കാണുന്ന സമയത്ത് 1.5 മിനിറ്റാണുള്ളത്. നാളെ ഒരു പ്രഖ്യാപനം വരികയാണ്. നോക്കൂ, അങ്ങ് തന്നെ